കൊതിപ്പിക്കുന്ന മണം എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണ പദാർത്ഥം കഴിക്കുവാൻ നമ്മൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാകും അതിൻ്റെ മണം അറിഞ്ഞു കഴിയുമ്പോൾ. അതാണ് കൊതിപ്പിക്കുന്ന മണം എന്ന് പറയുന്നത്. ചായക്കൊരു മണം, കോഫിക്ക് വേറൊരു മണം. അതുപോലെ തന്നെ പലഹാരം ഉണ്ടാക്കുന്ന രീതി അനുസരിച്ച് അതിൻ്റെ മണത്തിൽ വ്യത്യാസം വരും. ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ഇഡലിയുടെ മണമല്ല എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന വടയുടെ മണം. ബിരിയാണി വേറെ വരും. ബിരിയാണി എന്ന് പറയുന്നത് ബേക്ക് ചെയ്തെടുക്കുന്ന സാധനമാണ്, അതിന് വേറൊരു മണമാണ്. എന്തായാലും ഈ പലതരം പലഹാരങ്ങളും ചായയും കാപ്പിയും പഴങ്ങളും എല്ലാം കൂടെ വരുമ്പോൾ റെയിൽവേ സ്റ്റേഷന് ഒരു പ്രത്യേകതരം മണമായിരിക്കും ഉണ്ടാകുക. ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഒരു മണം. അത് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഒരുപോലൊക്കെ തന്നെയാണ്. ഈ വക ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഈ റെയിൽവേ സ്റ്റേഷനിലെല്ലാം കിട്ടുക. എന്നാൽ ഇവിടെ വീഡിയോയുടെ ക്യാപ്ഷനിൽ പറഞ്ഞതുപോലെ ബിസ്ക്കറ്റിൻ്റെ മണമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. ആ റെയിൽവേ സ്റ്റേഷൻ മുംബൈയിലാണ്. മുംബൈയിലെ ഒരു റെയിൽവേ സ്റ്റേഷന് ഇന്ത്യയിലെ പ്രശസ്തമായ ഒരു ബിസ്ക്കറ്റിൻ്റെ പേരാണ് പാർലെ ജി ബിസ്ക്കറ്റ്. പാർലെ ബിസ്ക്കറ്റ് ഇന്ത്യയിലെ പ്രശസ്തമായ ബിസ്ക്കറ്റാണ്. അതിൽ തന്നെ ഏറ്റവും പ്രസിദ്ധവും കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ കഴിക്കുന്നതുമായ ബിസ്ക്കറ്റാണ് പാർലെ ജി ബിസ്ക്കറ്റ്, ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ്. ഒരു കുഞ്ഞ് പെൺകുട്ടിയുടെ മുഖചിത്രവുമായി വരുന്ന ഈ ബിസ്ക്കറ്റ് ലോക പ്രശസ്തമാണ്. അത് ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ് ആയതിനാൽ തന്നെ പ്രായമായവരും ധാരാളമായി കഴിക്കാറുണ്ട്. ഗ്ലൂക്കോസും പഞ്ചസാരയും അതോടൊപ്പം തന്നെ മൈദാമാവും ബട്ടറും പാലും എല്ലാം ചേർത്ത് ഇളക്കിയ മിശ്രിതം പ്രത്യേക രീതിയിൽ പ്രത്യേക ടെമ്പറേച്ചറിൽ ബേക്ക് ചെയ്തെടുക്കുന്ന വിഭവമാണ് ഈ ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റുകളെല്ലാം തന്നെ ബേക്കറി ഐറ്റംസ് ആണ്, ബേക്ക് ചെയ്ത് എടുക്കുന്നവയാണ്. ബേക്ക് ചെയ്തെടുക്കുന്ന വിഭവങ്ങൾക്ക് ഒരു പ്രത്യേകമായ മണമാണ്. പാർലെ ജി ബിസ്ക്കറ്റിന് പ്രത്യേകമായും അതിൻ്റെ ഒരു